അപ്പം മക്കളെ, ഈ ഒരു ബോർഡ് കണ്ടോ, ഇത് നമ്മുടെ നാട്ടിൽ തന്നെ എഴുതാം. കാരാകുറിശി ഗ്രാമപഞ്ചായത്ത് മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും പൊതുസ്ഥലത്ത് വലിച്ചെറിയാതിരിക്കുമെന്ന് സെക്രട്ടറി. ജീവിക്കാം, പ്രകൃതിയെ നോവിക്കാതെ കരുതാം കാരാകുറിശിയെ. വള്ളിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇനി പൗരബോധമുള്ള നമ്മുടെ ആളുകൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ, അവിടെ മൊത്തത്തിൽ വേസ്റ്റ് ആയിരുന്നു ആദ്യമൊക്കെ. ഇപ്പോൾ അത് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷമാണ് ഈ ബോർഡ് ഇവിടെ വന്നതെന്ന് എൻ്റെ ഓർമ്മ. പൗരബോധമുള്ള ആളുകൾ ചെയ്ത ചെറിയ പരിപാടികൾ കണ്ടോ. കുറേ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 2-3 ദിവസം മുമ്പ് വന്ന സംഭവമാണിത്. ഇതുണ്ടോ, കുട്ടികൾ അപ്പിട്ട് അല്ലെങ്കിൽ മൂത്രമൊഴിച്ച പാമ്പേഴ്സാണ്. അഥവാ സ്വന്തം മക്കളുടെ എന്താ പറയുക, അപ്പി വരെ ശരിയാക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതുവരെ പൊതുജനങ്ങൾ പേരേണ്ട അവസ്ഥയിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ പോക്ക്. ഇതിപ്പോൾ ഇനി ആരെങ്കിലും പഞ്ചായത്തിൻ്റെ ആളുകളോ ആരെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്ത് പോകണം. ചങ്ങായിമാരെ നോക്കി, അതിൻ്റെ ഉള്ളിലൊക്കെ വേറെ വേസ്റ്റുകൾ വേറെ കിടക്കുന്നുണ്ടെന്നല്ല വേറെ സത്യം. ഇവിടെ നോക്കി, ഇത് എല്ലാ റോഡ് സൈഡിലും കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ, ഈ കുട്ടികളുടെ ഈ പാമ്പേഴ്സ് എന്നുള്ളത്. ഇതെങ്ങനെയാണ് ശരിക്കും സംസ്കരിക്കുക എന്ന് അറിയാനായിട്ടൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും കടക്കട്ടെ ആൾക്കാരുടെ നെഞ്ചത്തേക്ക്. ഇനി എങ്ങനെ അത് സംസ്കരിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ വീഡിയോ ഒന്ന് മുഴുവൻ കണ്ടാൽ മതി നിങ്ങൾ. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട സാധനം, പാമ്പേഴ്സ് കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ ഫുള്ള് വെള്ളം നിറച്ചിക്കുകയാണ്. നമ്മളവിടെ പാമ്പേഴ്സ് കെട്ടാൻ മാത്രമല്ല കുട്ടികളില്ല, അതുകൊണ്ട് ഒന്ന് കാണിച്ചു തരണം എങ്ങനെയാണെന്നുള്ളത്. കാരണം ഇത് അറിയാം എല്ലാവർക്കും. കാരണം എല്ലാവരും നമ്മൾ വണ്ടിയിൽ പോകുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇത് ഫുള്ളായി കഴിഞ്ഞാൽ ഒരു നൈസായിട്ട് റോട്ട് കൊടുക്കും. അപ്പോൾ അത്യാവശ്യം ബോധമുള്ള ആളുകളുണ്ട് എന്ന് വണ്ടിയുടെ ഡിക്കിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു കവറിൽ കെട്ടിയിട്ട് വീട്ടിൽ കൊടുത്ത് ഇതേപോലെ ചെയ്താൽ മതി. ഇനി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഒരുപാട് ആളുകൾക്ക് അറിയാം ഒരു പക്ഷേ, എന്നാലും ഒന്നുകൂടി കാണിച്ചു തരാം. അറിയാത്ത ആളുകളും ഉണ്ടാകുമല്ലോ. എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ മക്കളെ നോക്കിക്കോട്ടെ, ഈ ജെല്ലുണ്ടല്ലോ, ഈ ജെല്ലാണ് എല്ലാവർക്കും ഉള്ള പ്രശ്നം. കാരണം ഇത് എവിടെയെങ്കിലുമൊക്കെ വീടിൻ്റെ അടുത്തിട്ട് കഴിഞ്ഞാൽ സാധനം നശിച്ചു പോകില്ല, അവിടെ അങ്ങനെ കിടക്കും. ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലും വരും. അപ്പോൾ അത് മടിച്ചിട്ടാണ് എല്ലാവരും എന്ത് ചെയ്യണത്, റോഡ് സൈഡിൽ കൊണ്ടുവരുന്നത്. നാട്ടുകാർ മണത്തോട്ടേന്ന് അർത്ഥം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം. നമ്മളൊക്കെ മക്കളിൽ ആണല്ലോ അപ്പിടുന്നതും മൂത്രയിക്കണമൊക്കെ. നോക്കിയതേ, ഇതേപോലെ ഈ സൈഡ് ഇങ്ങനെ ഒഴിവാക്കുക. കത്രി കൊണ്ടോ വല്ല ബ്ലേഡോ കത്തിയോ എന്താ ചെടുത്തിട്ട് ഇതിൻ്റെ ക്ലോത്ത് ഇങ്ങോട്ട് കട്ട് ചെയ്യുക. അപ്പോൾ അതേപോലെ ജെല്ല് പുറത്തേക്കൊണ്ട് വരും. അതെന്ത് ചെയ്യുക, ബക്കറ്റിക്ക് ഇടുക. അല്ലെങ്കിൽ പഞ്ചസാര പോലെ ഉണ്ടാവും, ഒരു സ്മെല്ലായിരിക്കും കേട്ടോ. ശ്രദ്ധിക്കുക, കാരണം നമ്മുടെ മക്കളപ്പം ഇട്ടാണ്. അപ്പോൾ അതിൽ വെറുപ്പ് ഉറപ്പൊന്നും വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. അടങ്ങൾ ഫുള്ള് ജെല്ല. ഇത് ഒരു സൈസ് മണമായിരിക്കും, പ്രത്യേകിച്ച് മൂത്രമോ കുട്ടികളെ അപ്പിയോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല മണം ഉണ്ടാവും. ഫുള്ള് ജെല്ലായിക്ക് ഇടുക, മൊത്തം കാലിയാക്കണം കേട്ടോ. ഈ ജെല്ലാണ് നമ്മളെ കുട്ടികളുടെ വേസ്റ്റ് കുടിക്കണത്. മൊത്തം ആയി കിട്ടും ഇപ്പം നമ്മൾ ഏറെക്കുറെ. ഇതൊരു ജസ്റ്റ് ഒരു ക്ലോത്താണ്. ഇത് എവിടെയെങ്കിലും ഉണങ്ങാൻ വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് കത്തിച്ച് കളേ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇതുണ്ടോ, ഇതാണ് ഈ ഒരു ഉപ്പ് പോലൊരു സാധനം ഇങ്ങനെ കാണാം. ഓക്കെ, ഇത് ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ വേറെ ഒരു ഐഡിയക്ക് കാണിച്ചു തരാം. സിമ്പിൾ പരിപാടിയാണ്. കാരണം ഇതെല്ലാവരും ഓർത്ത് വെച്ചോ, വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ വേണമെന്നുണ്ടെങ്കിൽ. ഇതെങ്ങനെയാണ് എന്നുള്ളത് സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഒരു വേസ്റ്റ് ബക്കറ്റിലിടപ്പോൾ കാണിക്കണം. അപ്പോൾ അതിൻ്റെതായ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അതുകൂടി കാണിച്ചു തരാം, എന്താ ട്രിക്ക് എന്നുള്ളത് കാണിച്ചു തരാം. ഇത് നോക്കി, ഇത് നമ്മൾ കറിക്കൊക്കെ ഇടുന്ന നമ്മൾ സാധാ ഉപ്പാണ്. അത് ഇതൊക്കെ ഇടുക, ഈ ജെല്ലിലെ ഈ സാധനത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു ചെറിയൊരു കമ്പിൻ്റെ കഷ്ണം, ഒരു കോലുമുറി എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല മിക്സ് ചെയ്യണം കേട്ടോ. നല്ല മിക്സ് ചെയ്യണമെന്ന് പറയുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഏറെക്കുറെ മിക്സ് ആയില്ലേ? ഓക്കെ, നല്ല മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു രൂപമാറ്റം വരുന്ന നിങ്ങൾക്ക് അങ്ങനെ കാണാം. ആദ്യം നല്ല കട്ടിയുള്ള ജെല്ലല്ലേ ഇരുന്ന്, അങ്ങോട്ട് പോകും. ഉപ്പിട്ടു, ഓക്കെ, പച്ചവെള്ളം പോലെ ആ ജെല്ലാണ് ഈ സാധനം. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. നല്ല തനി നാടൻ വെള്ളമായിരിക്കും, പച്ചവെള്ളം, ഒരു മാറ്റം ഉണ്ടാവില്ല. 2 മിനിറ്റ് കൂടി കഴിയട്ടെ, ഒന്ന് ആ ഉപ്പൊന്നും അലിയട്ടെ. ഇപ്പോൾ നോക്കണേ, ബക്കറ്റിൻ്റെ അടിയിൽ നോക്കി, നല്ല കട്ടക്കുള്ള ജെല്ലല്ലായിരുന്നു ഈ സാധനം. ഇതിൽ ഉപ്പിട്ടോടുകൂടി ഇവിടെ ഒരു രാസപ്രവർത്തനം നടന്നു. ഈ സാധനം എന്ത് ചെയ്യുക, ഇതെങ്ങനെ കോലെടുത്ത് മാറ്റുക. ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്നിട്ട്, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കിണറിൻ്റെ സൈഡിലായിട്ട് നിൽക്കണേ. അപ്പോൾ അതിൻ്റേതായ വേസ്റ്റ് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നോക്കൂ, പച്ച വെള്ളമായിട്ട് പോകുന്നുണ്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ആ സാധനം തൂത്ത് കളഞ്ഞു. ജെല്ലുമില്ല, ഒരു സാധനവും ഇല്ല. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതും ഒരു 5 മിനിറ്റ് പണിയെടുക്കണം. അതിൻ്റെ ഒരു മടി കൊണ്ട് എന്ത് ചെയ്യുക, നാട്ടുകാർ പേറിക്കോട്ടെ വിചാരിച്ചിട്ട് കുട്ടികളെ അപ്പിട്ട് സാധനം എന്ത് ചെയ്യുക, നടുറോട്ട് കൊണ്ടുപോയിടുക. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരുപാട് ആളുകൾക്ക് അറിയാം ഒരു പക്ഷേ ഇത് ചെയ്യാനുള്ള മടി കൊണ്ടാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ മക്കൾ അപ്പിടുന്ന ചെറിയ മക്കളാണ്.
അവരുടെ ആ കുട്ടികളിടുന്ന സംഭവമാണ് നമ്മൾ നടുറോട്ട് കൊണ്ടുപോയി കളയുന്നത്. പല ആളുകളും പോകുന്നതാണ്, അവർ പ്രാഗി പറയുമ്പോൾ അതിൻ്റെയൊക്കെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള എഫക്റ്റ് നമ്മുടെ മക്കളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. സോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, ഉപകാരമാണെന്ന് തോന്നി. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇത് എഫക്റ്റ് ചെയ്യുക ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആളുകൾ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്താൽ വളരെ ഉപകാരമാവും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും കിണറിൻ്റെ ഇവിടെയൊക്കെ പൊട്ടി പൊളിഞ്ഞു, ഒക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.